ഇന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായി ഒരു വെണ്ടയ്ക്ക കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിന് വേണ്ടി 2 തക്കാളി അരിഞ്ഞത് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും കറിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു 1/2 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയ ഉള്ളി, അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അപ്പോഴേക്കും തക്കാളി ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് 4 വെണ്ടയ്ക്ക 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വേവിക്കണം. തക്കാളിയിൽ കിടന്ന് വേവുന്ന കാരണം വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് ഇല്ലാതായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ആദ്യം വേവിച്ചെടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് വെണ്ടയ്ക്ക വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കുക. സമയത്ത് അരപ്പിൻ്റെ കൂടെ ആവശ്യത്തിന് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കി കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി തിളച്ച് വരണം. കറി ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫാക്കുക. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. തക്കാളിയിൽ വേവുന്ന കാരണം അതിന് കൊഴുപ്പും ഉണ്ടായിരിക്കുകയില്ല. ഇനി വറവിടുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ കടുകും 2 വറമുളകും അല്പം കറിവേപ്പിലയും 2 ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് അല്പസമയം മൂടി വയ്ക്കുക. നമ്മൾ വെണ്ടയ്ക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.